ലോകത്തെല്ലായിടത്തും നാളെയും മറ്റന്നാളുമായി വെള്ളി ശനി ദിവസങ്ങളിൽ നബിദിനം ആഘോഷിക്കപ്പെടുകയാണ്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ മിക്ക പള്ളികളും വീടുകളും മദ്രസകളുമൊക്കെ ദീപാലങ്കൃതമായി വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷമുള്ള മൗലൂദും അതിനുശേഷമുള്ള കൊടിയുയർത്തലുമായി അവസാനിക്കും. പിന്നെ ശനിയാഴ്ച ആയിരിക്കും വിപുലമായ പരിപാടികൾ, ഘോഷയാത്ര ഉണ്ടാവും. മദ്രസകളിൽ കുട്ടികളുടെ കലാപരിപാടികളുണ്ടാവും. അതിനുശേഷം അന്നദാനമുണ്ടാവും. ഇങ്ങനെ വളരെ വിപുലമായ രീതിയിലാണ് ഇപ്രാവശ്യത്തെ നബിദിനം ആഘോഷിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എതിർപ്പും ഏറി വരികയാണ്. സോഷ്യൽ മീഡിയയിലൂടെ മറ്റ് പ്രഭാഷണങ്ങളിലൂടെ ഇതിനെതിർക്കുന്നവർ നിരന്തരം ഇതിനെതിരിൽ പ്രവർത്തിച്ചു വരികയാണ്. നബി ദിനം, നബി സ്നേഹമാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ അത് ആഘോഷിക്കാമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം സഹാബാക്കൾ, പ്രത്യേകിച്ചും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആളുകളൊക്കെ അവിടുത്തെ നബിയുടെ സഹാബാക്കൾ നല്ല രീതിയിൽ നബിയെ, അവരുടേതായ രീതിയിൽ നബിയെ സ്നേഹിച്ചതായി കാണാം. അതുകൊണ്ട് നമുക്കും സ്നേഹിക്കാമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ നബിദിന വിരോധികളും നബിദിന അനുകൂലികളും തമ്മിൽ തെരുവിൽ ഒരു സംഘർഷമോ സംഘട്ടനമോ അതല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു കോലാഹലമോ ഉണ്ടാകാൻ പാടില്ല എന്ന് അഭ്യർത്ഥിക്കുന്നു.